നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ഇന്ന് ലോക വനിതാ ദിനം. അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കുമെന്ന ഈ വർഷത്തെ സന്ദേശം. ലോകം മുഴുവൻ വിപുലമായ ആഘോഷങ്ങൾ. തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. PSC ശമ്പള പരിഷ്കരണം ആശാവർക്കർമാരുടെ സമരത്തിൽ എണ്ണയൊഴിക്കും പോലെ. ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ച. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസന രേഖ ഇന്ന് CPIM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നടത്തിപ്പ് ഉൾപ്പെടെ നയമാറ്റ സൂചനകൾ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്ന വിമർശനമുയർന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 27ാം ദിവസം. പ്രതിഷേധം കടുപ്പിച്ച് ആശാവർക്കർമാരുടെ മഹാസംഗമം ഇന്ന്. വിവിധ വനിതാ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് സമരപ്പന്തൽ സന്ദർശിക്കും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും. മാല പണയം വെച്ച സ്ഥാപനത്തിലും ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് ഉച്ചയോടെ അഫാനെ കോടതിയിൽ ഹാജരാക്കും. മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കും. പെൺകുട്ടികളുമായി കേരള പോലീസ് മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. നാട്ടിലെത്തിച്ചയുടൻ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും രക്ഷിതാക്കൾക്കൊപ്പം വിടുക. കുട്ടികളുമായി ട്രെയിനിൽ സഞ്ചരിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്തരീക്ഷത്തിലെ ആർദ്രത വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. ഒരു ദിവസം കൊണ്ട് കൂടിയത് 4 മില്യൺ യൂണിറ്റ് ഉപഭോഗമാണ്. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തുമെന്നാണ് വിവരം. സ്പാം കോളുകൾക്കെതിരെ നടപടി കടുപ്പിച്ച കേന്ദ്രം. കോളുകൾ തടയുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ടെലികോം റെഗുലേറ്ററും കർശന നടപടികൾ സ്വീകരിക്കും. വ്യാജ കോളുകൾ മൂലമുള്ള വഞ്ചനകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പ്രതിദിനം 13 ദശലക്ഷം വ്യാജ കോളുകൾ തടയുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സിറിയൻ സുരക്ഷാ സേനയും മുൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 70 പേർ കൊല്ലപ്പെട്ടു. ലറ്റാക്കിയ ടാർട്ടസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമം. അസദിനെ അനുകൂലിക്കുന്നവർ ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് ഈ നഗരങ്ങൾ. സംഘർഷ മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി സൈനിക വൃത്തങ്ങൾ. ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനെ കത്തെഴുതിയതായും ട്രംപ് വ്യക്തമാക്കി. വിഷയത്തിൽ വൈറ്റ് ഹൗസ് ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പാക്കുന്നത് നീട്ടിവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. US-ന്റെ തീരുവ യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി. ബീജിംഗിൽ നടന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന് ശേഷമാണ് ട്രംപ് ഉയർത്തിയ താരിഫ് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിനിൽ തീരം തൊടാനിരിക്കെ ഓസ്ട്രേലിയയിൽ കനത്ത ജാഗ്രത. തെക്കൻ ക്വീൻസ്ലാൻഡിലും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും വ്യാപകമായ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. ക്വീൻസ്ലാൻഡിലെ വിദ്യാലയങ്ങളും ബ്രിസ്ബെയിൻ വിമാനത്താവളവും അടച്ചിട്ടു. ദുബായ് ഭരണാധികാരിക്ക് എമിറേറ്റ്സ് ഹോളി ഖുറാൻ പുരസ്കാരം. ഖുറാൻ പഠനത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ദുബായ് അൽ ഖവനീജിൽ വെച്ച് നടന്ന ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഖുറാൻ പ്രത്യേക പതിപ്പും രാഷ്ട്ര നേതാക്കളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ്.
ഫോണിലേക്ക് വരുന്ന വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകമായ ശമ്പളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണ് ഇവ. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ദുബായ് പോലീസ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ചിരിക്കണം. ഇത് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. വെസ്റ്റ് ബാങ്കിൽ 1 മാസത്തിലേറെയായി ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ചതായി ഇസ്രായേൽ. നിർമ്മാണ തൊഴിലാളികളായ 10 പേരെയാണ് ഇസ്രായേൽ അധികൃതർ കണ്ടെത്തി തിരികെ ടെൽ അവീവിൽ എത്തിച്ചത്. മോചിതരായവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി. ഇടുക്കി മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയിൽ. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 10 കോടതി പരിഗണിക്കും. തൃശൂർ അന്തിക്കാട് പശു കിണറ്റിൽ വീണതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി JCB ഉപയോഗിച്ച് പുറത്തെത്തിച്ചു. കുളിപ്പിക്കാൻ കൊണ്ടുപോയ പശുവാണ് കിണറ്റിൽ വീണത്. ഫയർഫോഴ്സിന്റെ വാട്ടർ ഹോസ് JCBയിൽ കെട്ടിയാണ് കിണറ്റിൽ വീണ പശുവിനെ കരക്കെത്തിച്ചത്. വായ് വട്ടം കുറഞ്ഞ കിണറായതിനാൽ പശുവിനെ പുറത്തെടുക്കുന്നത് ദുഷ്കരമായിരുന്നു. തൃശൂർ നായരങ്ങാടിയിൽ അജ്ഞാത രോഗത്തെ തുടർന്ന് കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. ചൗക്ക മേഖലയിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 20ഓളം പശുക്കളാണ് ചത്തത്. മൃഗാശുപത്രിയുടെ ഒരു ഉപകേന്ദ്രം നായരങ്ങാടി മേഖലയിൽ വേണമെന്ന ക്ഷീര കർഷകരുടെ ആവശ്യം അധികൃതർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് പശുക്കൾ ചത്തൊടുങ്ങുന്നത്. മലപ്പുറം തൃത്താലയിൽ വാറ്റുചാരായവും വാഷുമായി വിളത്തൂർ സ്വദേശി എക്സൈസ് പിടിയിൽ. ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് 1.5 ലിറ്റർ ചാരായവും 18 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. തൃശൂർ കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മേലൂർ പൂലാനി സ്വദേശിയായ പ്രണവാണ് 14 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളാണ് പ്രണവ്. കൊച്ചി സിറ്റി പോലീസിന്റെ മയക്കുമരുന്ന് വേട്ടയിൽ വൻ വർധനവ്. 482 മയക്കുമരുന്ന് കേസുകളിലായി 549 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 103 കിലോഗ്രാം കഞ്ചാവും 628 ഗ്രാം MDMAയും 28 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. ഹൃദയാഘാതമാണ് അബ്ദുൾ ലത്തീഫിന്റെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ മർദ്ദനമേറ്റ് രക്തസമ്മർദ്ദം കൂടിയത് ഹൃദയാഘാതത്തിന് കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികൾക്കെതിരെ നരഹത്യാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കും. തിരുവനന്തപുരം മാറനല്ലൂർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. മാറനല്ലൂർ വില്ലേജിൽ സന്തോഷ്, പൊങ്ങമുട് സജീഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ അരുൺ രാജിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് കൊല്ലപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധവും തർക്കവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തൃശൂർ ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിൽ. പടിയൂർ സ്വദേശി അനന്തുവിനെ സഞ്ചരിച്ചിരുന്ന കാർ അടക്കം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഷാജി, നിഷാന, മുക്താർ, മുഹമ്മദ് ഷമീം ഖുറൈഷി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരട് കൂട്ടക്കവർച്ച കേസിലെ പ്രതി കൂടിയാണ് അനന്തു. തൃശൂരിൽ യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. കാട്ടാക്കുളം സ്വദേശിയായ പൃഥ്വിരാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ചേരമാൻ സ്വദേശികളായ ഷിനാസ്, മുഹ്സിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണം. തൃശൂർ കുന്നംകുളത്ത് ഗൃഹനാഥൻ തോട്ടിൽ വീണ് മരിച്ചു. ചിറയൻകാട് സ്വദേശി ജയപാലനാണ് മരിച്ചത്. പുല്ലറിയുന്നതിനായി പാപ്പിരത്തിപ്പാടത്തേക്ക് പോയതായിരുന്നു. തിരികെ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് രാത്രിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിന്റേതാണ് മൃതദേഹം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ്.
അഴീക്കോട് കോസ്റ്റൽ പോലീസും മതിലകം പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് ഉത്സവപ്പറമ്പിൽ കടവുടമയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആര്യനാട് ചെമ്പകമംഗലം ക്ഷേത്ര കോമ്പൗണ്ടിൽ ഫാൻസി സ്റ്റാൾ നടത്തി വന്നിരുന്ന ഉടമയ്ക്കാണ് കുത്തേറ്റത്. സ്റ്റാളിൽ സഹായിയായി നിന്നിരുന്ന പൂജപ്പുര ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഹരികുമാറിനെ ആര്യനാട് ഹോസ്പിറ്റലിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തൃശൂർ 2024 പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പാരിഷ് ഹാളിലും കൈനൂർ അമ്പല ഹാളിലും നടന്ന ചടങ്ങിൽ 1628 പേർക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് ധനസഹായം നൽകുന്നതിനായി ഇതുവരെ 11 കോടി രൂപയാണ് അനുവദിച്ചത്. വനിതാ ദിനത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്കായി സൗജന്യ സിനിമാ പ്രദർശനം ഒരുക്കുന്നു. പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന് ഓരോ തിയേറ്ററുകളിലും ആദ്യമെത്തുന്ന 100 സ്ത്രീകൾക്ക് പ്രദർശനം സൗജന്യമാണ്. തിരുവനന്തപുരം നില തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2 മണിക്കും ആലപ്പുഴ ശ്രീ തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2:30-ക്കുമാണ് പ്രദർശനം നടക്കുക. തിരുവനന്തപുരം നന്ദിയോട് പച്ചയിൽ വനിതാദിന പരിപാടി സംഘടിപ്പിച്ചു. വയോജന കൂട്ടായ്മയായ പച്ചത്തുരുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. കവയത്രി ശ്രീമതി രജനി സേതു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം മില്ലുകാർ കർഷകരെ കൊള്ളയടിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കൊയ്ത്തു പൂർത്തിയാക്കി സംഭരണത്തിനായി കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയ സാഹചര്യത്തിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കർഷകരെ സ്വകാര്യ മില്ലുകാർ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. തൃശൂർ എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കർഷക സംഘം CPIM-ന്റെയും കർഷക സംഘത്തിന്റെയും നേതാവായിരുന്ന VR പുഷ്കരൻ അനുസ്മരണം ആചരിച്ചു. പുഷ്പാർച്ചനയും പതാക ഉയർത്തലും CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പ്രാദേശിക സാംസ്കാരിക കലകൾ, മറ്റ് കലാപരിപാടികളുടെ ഒരുക്കങ്ങൾ മുതലായവ പൂർത്തിയായി വരുന്നു. ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഇത്തവണയും ഉത്സവ പരിപാടികളുടെ പൊലിമ കൂട്ടും. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കർഷകർക്കായി നടപ്പിലാക്കുന്ന അഗ്രിക്ലിനിക്കുകളുടെ വാർഡ് തല ഉദ്ഘാടനം നടന്നു. വെളുത്തൂർ ചിത്ര ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇവ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് അനന്തപുരി തെയ്യാട്ട മഹോത്സവത്തിന്റെ ലോഗോ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം ചെയ്തു. പ്രമുഖ ചലച്ചിത്ര താരം സജിത പള്ളത്ത് ലോഗോ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കരുമം ആയിരവല്ലി ക്ഷേത്രത്തിൽ വെച്ച് മാർച്ച് 19-ന് തെയ്യാട്ട മഹോത്സവം നടക്കും. ആലപ്പുഴയിൽ ലഹരി ഉപയോഗങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ IHRDയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടങ്ങൾ സംഘടിപ്പിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റാൻഡ്, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, കാർത്തികപ്പള്ളി, ഹരിപ്പാട് ടൗൺ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയത്. തൃശൂർ കൊടകരയിൽ ഹരിതകർമ്മസേനയുടെ മുച്ചക്രവണ്ടി സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതായി പരാതി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഹരിതകർമ്മസേനയുടെ മുച്ചക്രവണ്ടിയാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. വണ്ടിയിൽ ചാക്കിലുകളിൽ ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യങ്ങളും കത്തിനശിച്ചു. തീ കണ്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീയണച്ചത്. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി ബാധിതനുമായ ശ്രീപദ് ഒഴിവു സമയത്ത് നിർമ്മിച്ച വസ്തുക്കൾ വിറ്റുകിട്ടിയ തുക PTA ഫണ്ടിലേക്ക് സംഭാവനയായി കൈമാറി. മുത്തുമാലകൾ, വിവിധതരം കമ്മലുകൾ തുടങ്ങിയവ നിർമ്മിച്ചാണ് ശ്രീപദ് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ലഭിച്ച 5000 രൂപ സ്കൂളിന് കൈമാറിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ തുക ഏറ്റുവാങ്ങി. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ AI ഷീൽഡ് വെയർ ആപ്പ് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. വിവിധ സുരക്ഷാ സവിശേഷതകളോടെയാണ് ആപ്പ് അവതരിപ്പിച്ചത്.
തൃശൂർ പുത്തൻപീടിക ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടപ്പുരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. 51 കലാകാരന്മാരെ അണിനിരത്തിയാണ് ഇവ നടന്നത്. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TR ജയപ്രസാദ്, ട്രഷറർ TI മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ വിയ്യപുരം പഞ്ചായത്തിലെ കരിപ്പാടം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. വിയ്യപുരം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളമിടിയിൽ നടന്നത്. ഡ്രോൺ പറത്തറലിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ഷാനവാസ് നിർവഹിച്ചു. തൃശൂർ എടത്തിരുത്തിയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. 18 വിദ്യാർത്ഥികൾക്കായി 7.74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തൃത്താലയിൽ അംഗനവാടിയിലെ കടന്നൽക്കൂട് നീക്കം ചെയ്തു. കടന്നൽക്കൂടം കൂടുകൂട്ടിയത് കുട്ടികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പരിസരവാസികൾക്കും വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. സംഭവത്തിൽ പരാതി നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ലേല നടപടികൾ സുതാര്യമാക്കണമെന്ന് CPIM. ഇതിനായി ഓഫ്ലൈൻ രീതി മാറ്റി ഓൺലൈൻ സംവിധാനത്തോടെ ലേലം നടത്തണമെന്നാണ് ആവശ്യം. ദുരൂഹതയുള്ളതും ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതുമായ ഓഫ്ലൈൻ ലേല നടപടികൾ നടത്തുന്നതിൽ CPM കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോക് കമ്മിറ്റി പ്രതിഷേധിച്ചു. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് വൈസ് പ്രസിഡന്റ് സജീത പ്രദീപാണ് അവതരിപ്പിച്ചത്. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റിന്റെ അവതരണം. ആരോഗ്യ മേഖലയ്ക്ക് 1,26 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 ലക്ഷം രൂപയും വകയിരുത്തി. കോഴിക്കോട് മണിയൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, NTC, NAC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വൈനോട്ട് പ്രൊഡക്ഷൻ മേധാവി ശശികാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ദ ടെസ്റ്റിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഏപ്രിൽ 4-ന് പുറത്തിറങ്ങും. ചിത്രം OTTയിൽ നേരിട്ടാണ് റിലീസ്. ഫ്രൈഡേ ഫിലിം ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കാലന്റെ തങ്കക്കുടത്തിന് തുടക്കം കുറിച്ചു. ഇന്ദ്രജിത്ത് സുകുമാരൻ, അൽത്താഫ് സലിം, ഇന്ദ്രൻ, രമേശ് പിഷാരടി തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഡയറക്ടർ നിതീഷ് KTRന്റെ കോമിക് ബർത്ത്ഡേ പോസ്റ്ററിലൂടെയാണ് ചിത്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ജിയോസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീരൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഭീഷ്മപർവം ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ദേവദത്ത് ഷാജി സംവിധായകനാകുന്നു എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട്. ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ്. നയൻതാര ചിത്രം മൂക്കുത്തിയമ്മന്റെ 2ാം ഭാഗം വരുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ചെന്നൈ പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നു. 100 കോടി മുതൽ മുടക്കിലൊടുങ്ങുന്ന ചിത്രം സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത്. റാപ്പർ യോയോ ഹണി സിംഗിന്റെ പുതിയ ഗാനമായ മാനിയാക്കിനെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി നടി നീതു ചന്ദ്ര. ഗാനം പരസ്യമായി ലൈംഗികത ചിത്രീകരിക്കുന്നുവെന്നും സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളെ കണക്കാക്കുന്നുവെന്നും ആരോപിച്ചാണ് ഹർജി. ഹണി സിംഗിനെതിരെയും ഗാനരചയിതാവ്, ഗായികമാർ ഉൾപ്പെടെ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കക്ഷി ചേർത്തുകൊണ്ടാണ് നീതുവിന്റെ ഹർജി. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പൃഥ്വിരാജ്, സുകുമാരനും ചേർന്നു. ഹൈദരാബാദിൽ നിന്ന് സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന മഹേഷ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടി ക്ലബിൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനെത്തിയ 5ാം പാതിര, അന്നാത്താൻ കേസ് കൊട എന്നീ സിനിമകൾ ഇതിനു മുൻപ് 50 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. പുതുമുഖം അനൂപ് രത്ന നായകനാകുന്ന ചിത്രം ലീച്ച് മാർച്ച് 14-ന് തിയേറ്ററുകളിലെത്തും. ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം SM ആണ് സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യാവുന്ന ഏതൊരു ദമ്പതികൾക്കും അവിടെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം.
ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി എസ് നിർമ്മിച്ച് നവാഗതനായ അനുഷ് മോഹൻ സംവിധാനം ചെയ്യുന്ന വത്സല ക്ലബ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. തിരുവനന്തപുരത്തും പരിസരങ്ങളുമായി ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഫിഫ അറബ് കപ്പിനും ഫിഫ അണ്ടർ-17 ലോകകപ്പിനും ഖത്തർ വേദിയാകും. ഈ വർഷം അവസാനം നടക്കുന്ന 2 പ്രധാന ടൂർണമെന്റുകളുടെ തീയതികൾ ഫിഫ പ്രഖ്യാപിച്ചു. ഫിഫ അറബ് കപ്പ് 2025 ഡിസംബർ 1 ആരംഭിക്കും. ഫിഫ അണ്ടർ-17 ലോകകപ്പ് ഖത്തർ 2025 നവംബർ 3 മുതൽ 27 വരെ നടക്കും. ഫിഫ കൗൺസിൽ യോഗത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. അതിവേഗ വാർത്തകളുടെ അവസാനിക്കുന്നു. നമസ്കാരം.